എല്ലാവർക്കും നമസ്കാരം. സ്റ്റോക്ക് മാർക്കറ്റ് ലേണിംഗ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ CPR ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. CPR അതായത് സെൻട്രൽ പിവറ്റ് റേഞ്ച്, ഒരു ലീഡിംഗ് ഇൻഡിക്കേറ്റർ ആണ്. നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള, അതായത് ഡെയിലി മാർക്കറ്റിൽ നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്. CPR എന്ന് പറയുന്നത്, CPRനെ കുറിച്ച് നമ്മൾ അറിയുന്നതിന് മുൻപ് നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ അറിയുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് പിവറ്റ്, അതായത് സ്റ്റാൻഡേർഡ് പിവറ്റ്സ്. ഈ സ്റ്റാൻഡേർഡ് പിവറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് എന്തിന്റെ ബേസിൽ ഫോം ആവുക? സ്റ്റാൻഡേർഡ് പിവറ്റ്സ് സപ്പോർട്ടും റെസിസ്റ്റൻസ് ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്ന പിവറ്റ് പോയിന്റ്സ് ഉണ്ടല്ലോ, ഇത് ഫോം ആവുന്നത് തലേ ദിവസത്തെ പ്രൈസ് മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് തലേ ദിവസത്തെ ഡേ ഓപ്പൺ ആവുന്നത്, ക്ലോസ് ആവുന്നത്, അന്നേ ദിവസം ഉണ്ടാക്കിയ ഹൈ, ലോ, ഇത്രയും കാര്യങ്ങളിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ. ആ ഫോർമുല എന്താന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് അറിഞ്ഞിട്ട് വലിയ കാര്യമില്ല. അപ്പൊ ആ ഫോർമുല എന്താന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു ദിവസത്തെ പിവറ്റ്സ് ഫോം ആവുന്നത്. CPRും അതുപോലെ തന്നെയാണ് ഫോം ആവുക. നിങ്ങൾക്ക് പിവറ്റ്സ് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. സപ്പോർട്ടും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന അൽഗോരിതം തന്നെ ബിൽഡ് ചെയ്ത് തരുന്ന ഒരു ലെവൽസ്, അതാണ് ഈ പിവറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ബ്രോക്കറിലോ ഇല്ലെങ്കിൽ ട്രേഡിംഗ് വ്യൂലൊക്കെ പോയിട്ട് സ്റ്റാൻഡേർഡ് പിവറ്റ്സ് അടിക്കുകയാണെങ്കിൽ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാളും എത്രയോ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് CPR എന്ന് പറയുന്നത്. സംഭവം പ്രീവിയസ് ഡേയുടെ പ്രൈസ് മൂവ്മെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഫോം ആവുന്നത്. അതായത് പിവറ്റ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ലെവൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. CPR എന്ന് പറയുന്നത് മൾട്ടി പർപ്പസ് ആണ്. സെൻട്രൽ പിവറ്റ് റേഞ്ച് ആണ് എടുത്ത് കാണിക്കുക. അതായത് ഒരു ദിവസത്തിന്റെ ആ ഒരു റേഞ്ച് എടുത്ത് കാണിക്കും ഈ CPR ഫോം ആവുന്നത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. CPR എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു 3 ലൈൻസ് ഉണ്ടാവും. ഈ 3 ലൈൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്കൊരു ഇൻഡിക്കേഷൻ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് CPR എന്താണെന്ന് നോക്കാം. CPRന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാം. അതിനുശേഷം CPR നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ CPR ഇപ്പോൾ ഫസ്റ്റ് ഈ 4 പോയിന്റും ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. അതായത് CPR ഫോം ആവുന്നത്, ഞാൻ പിവറ്റ്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ CPR ഫോം ആവുന്നത് പ്രീവിയസ് ഡേയുടെ പ്രൈസ് മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് തൊട്ട് മുൻപത്തെ ദിവസത്തെ മാത്രം പ്രൈസ് മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഫോം ആവുന്നതാണ് CPR. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡേ, ഹൈ, ലോ, ക്ലോസ്, ഓപ്പൺ, ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് CPR ഫോം ആവുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ട്രേഡിംഗ് റേഞ്ച് ഓഫ് ദ കറസ്പോണ്ടിങ് ഡേ. അതായത് ഒരു ദിവസത്തിന്റെ ട്രേഡിംഗ് റേഞ്ച് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും. ആ ട്രേഡിംഗ് റേഞ്ച് കാണിച്ചു തരുന്നത് അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഇപ്പോൾ അത് ജസ്റ്റ് അതായത് തലേ ദിവസത്തെ ട്രേഡ് ചെയ്തിട്ടുള്ള അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു റേഞ്ച് ആണ് പിറ്റേ ദിവസത്തേക്ക് കാണിച്ചു തരാം. അപ്പൊ ഏകദേശം ആ ഒരു CPR കാണിച്ചു തരുന്ന ആ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിരിക്കും മാർക്കറ്റ് ട്രേഡ് ചെയ്യാനുള്ള പ്രോബിലിറ്റി. അതവിടെ നിൽക്കട്ടെ, നമ്മൾ അതിലേക്കല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് മേജറായിട്ട് ആവശ്യമുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളാണ്. അതായത് ഈ CPR ഫോം ആവുന്നത് അതവിടെ നിൽക്കട്ടെ, അത് ഒരു ട്രേഡിംഗ് റേഞ്ചിനെ ഇൻഡിക്കേറ്റ് ചെയ്യും, അതും അവിടെ നിൽക്കട്ടെ. ബാക്കി രണ്ടെണ്ണമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് ഈ CPR എന്ന് പറയുന്നത് ഒരു ദിവസം സൈഡ് വേസ് മാർക്കറ്റ് ആയിരിക്കുമോ അല്ലെങ്കിൽ അത് ട്രെൻഡി ആയിരിക്കുമോ എന്നുള്ളൊരു കാര്യം നമ്മളെ സൂചിപ്പിക്കും. നമുക്ക് രാവിലെ തന്നെ അറിയാൻ പറ്റും അന്നേ ദിവസം മാർക്കറ്റ് മുകളിലോട്ടും താഴോട്ടും നല്ല മൂവ്മെന്റ് തരുമോ, അല്ലെങ്കിൽ സിംഗിൾ ഡയറക്ഷൻ മൂവ്മെന്റ് തരുമോ, അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ട് ഇങ്ങനെ സൈഡ് വൈസ് ആയിട്ട് കൺസോൾട്ടേഷനിൽ പോവുമോ. കൺസോൾട്ടേഷനിൽ പോകണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. അപ്പൊ അത് നമുക്ക് രാവിലെ തന്നെ അറിയാൻ പറ്റും CPR യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇറ്റ് ആക്ട്സ് ആസ് ആൻ സ്ട്രോങ് ലെവൽ. അതായത് CPR സ്വയം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലായിട്ട് ആക്ട് ചെയ്യും. ക്ലിയർ ആയില്ലേ? സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലായിട്ട് ആക്ട് ചെയ്യും CPR. മീൻസ് അപ്പോൾ ഒരു മാർക്കറ്റ് ആ CPR ടച്ച് ആവുകയാണെങ്കിൽ ആ ഒരു ലെവലിനെ റെസ്പെക്ട് ചെയ്യും. മേ ബി അവിടെ നിന്ന് റിവേഴ്സിൽ പോവാം. അത് ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ പിന്നെയും മുകളിലോട്ട് നല്ലൊരു നല്ലൊരു മൂവ്മെന്റ് തരും. അങ്ങനെ സ്വയം ഒരു ലെവലായിട്ടും ആക്ട് ചെയ്യും CPR. അപ്പോൾ നമുക്കിനി ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ CPRനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ നോക്കുന്നത് CPRന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, CPR കാണാൻ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അതായത് ജസ്റ്റ് ഒരു 3 ലെവൽസ് ആയിരിക്കും ഉണ്ടാവുക.
3 ഇതേപോലെയുള്ള ലെവൽസ് ആയിരിക്കും CPR. അപ്പോൾ ഈ CPRന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്വയം ഒരു ലെവലായിട്ട് ആക്ട് ചെയ്യുന്നതാണ് CPR. ലെവലായിട്ട് ആക്ട് ചെയ്യാൻ മാത്രമല്ല, CPRന് മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കാനുണ്ട്. CPR വൈഡ് ആയിട്ടാണ്, അതായത് ഈ ലെവലുകൾ തമ്മിൽ അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ട് എന്ന് വിചാരിക്കുക. അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ ഒരു CPR എങ്കിൽ, അതായത് ഇങ്ങനെ വൈഡ് ആയിട്ടാണ് CPR എങ്കിൽ ഉള്ളതെങ്കിൽ, ഫോം ആയിട്ടുള്ളതെങ്കിൽ, അന്നേ ദിവസം കൺസോൾട്ടേഷനിൽ പോകാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. സപ്പോസ് ഇങ്ങനെ വൈഡ് ആയിട്ടാണ്, ഇതിലും വൈഡ് ആവും, അതായത് ഈ 3 ലെവലുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസം വരികയാണെങ്കിൽ അതിനെയും വൈഡ് CPR എന്ന് തന്നെ പറയാം. അന്ന് ഗംഭീര കൺസോൾട്ടേഷനിൽ പോകാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. അതായത് മാർക്കറ്റ് സൈഡ് വേസ് ആവാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. ക്ലിയർ ആയില്ലേ? പിന്നെ ഇതിലെ സെൻട്രലിലുള്ള പിവറ്റിനെ പറയുന്നതാണ് സെൻട്രൽ പിവറ്റ്. താഴെയുള്ളതിന് ബോട്ടം പിവറ്റ് എന്ന് പറയും, മുകളിലുള്ളതിന് ടോപ്പ് പിവറ്റ് എന്ന് പറയും. അങ്ങനെ 3 പിവറ്റ് കൂടി ചേർന്നിട്ട് ഒരു റേഞ്ച് ആണ് CPR കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? CPRന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ CPR വൈഡ് ആണെങ്കിൽ, നിങ്ങൾ എഴുതി വെച്ചോ, CPR വൈഡ് ആണെങ്കിൽ അന്നേ ദിവസം മാർക്കറ്റ് സൈഡ് വേസ് അല്ലെങ്കിൽ കൺസോൾട്ടേഷനിൽ പോകാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. ഇനി CPR ഇപ്പൊ ഒരു ദിവസം ഇങ്ങനെ വൈഡ് CPR, ഇതിലും വൈഡായിട്ട് വരുന്ന ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു വൈഡ് CPR വന്നു, പക്ഷെ അന്നേ ദിവസം സൈഡ് വേസ് പോയില്ല, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ട്രെൻഡ്, അല്ലെങ്കിൽ താഴോട്ടും നല്ല ട്രെൻഡ് വന്നു, മുകളിലോട്ടും നല്ല ട്രെൻഡ് വന്നു. അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസവും വൈഡ് CPR വരാനും പിറ്റേ ദിവസം കൺസോൾട്ടേഷനിൽ പോകാനുള്ള പ്രോബബിലിറ്റി വളരെ ഹൈ ആണ്. ഒരു 95% നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. അതായത് ഒരു ദിവസം CPR ഒരു സൂചന തന്നു, ട്രെൻഡ് ആണെന്നോ ഇല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ആണെന്നുള്ള സൂചന തന്നിട്ട് അന്നേ ദിവസം അത് സംഭവിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം ഒരു 95% അത് സംഭവിക്കും. ക്ലിയർ ആയില്ലേ? അത് CPRന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാനുള്ളതാണ്. അത് നമ്മൾ ഡെയിലി, അതായത് ഈ CPR യൂസ് ചെയ്യുമ്പോൾ തൊട്ട് കാണാൻ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ CPR ഇങ്ങനെ വൈഡ് ആണെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റ് ആണ്, നമുക്ക് അന്നേ ദിവസം ട്രേഡ് എടുക്കേണ്ട കാര്യമില്ല. ഏതാണോ ചാർട്ട് നമ്മൾ വാച്ച് ചെയ്തത് അതിൽ CPR വൈഡ് ആയിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ അന്ന് നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് എടുക്കേണ്ട കാര്യമില്ല. കാരണം ബ്രേക്ക് ഔട്ട് തന്നാലും നമുക്ക് ട്രെൻഡ് തരാനുള്ള പ്രോബബിലിറ്റി കുറവാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ബ്രേക്ക് ഔട്ട് ഒക്കെ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ മാക്സിമം വന്ന് ട്രേഡ് ഒഴിവാക്കുക. ക്ലിയർ ആയില്ലേ? പിന്നെ CPR ഇങ്ങനെ വൈഡ് ആയിട്ട് വന്നു, ഇല്ലെങ്കിൽ നോർമൽ ആയിട്ട് ആയിക്കോട്ടെ, വന്നിട്ട് CPRന്റെ ഉള്ളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും എൻട്രി എടുക്കാൻ പാടില്ല. കാരണം ഈ ഒരു CPRന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതിങ്ങനെ റേഞ്ച് ബൗണ്ട് ആയിട്ട് കൺസോൾട്ടേറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ CPRന് അങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ ലെവലുകളായിട്ട് ആക്ട് ചെയ്യുമെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് മാർക്കറ്റ് കയറി കഴിഞ്ഞാൽ ഇവിടെ കൺസോൾട്ടേറ്റ് ആയിട്ട് ഇതൊരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ വൈഡ് CPRന്റെ ലോജിക്ക് മനസ്സിലാക്കി വെക്കുക. വൈഡ് CPR ഇന്ന് വൈഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അന്ന് കൺസോൾട്ടേഷൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സപ്പോസ് കൺസോൾട്ടേഷൻ ആയില്ലെങ്കിൽ പിറ്റേ ദിവസം അത് കൺസോൾട്ടേറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി ഒരു 95% ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തതായിട്ട് CPR ഇപ്പോൾ നോർമൽ ആയിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ, അതായത് ഇങ്ങനെ നോർമൽ ഒരു CPR ആണ് വന്നിട്ടുള്ളതെങ്കിൽ അന്നേ ദിവസം ട്രെൻഡ് ആവാനും ചാൻസ് ഉണ്ട്, കൺസോൾട്ടേഷനിൽ പോകാനും ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ചെറിയൊരു കൺസോൾട്ടേഷനും വരാം, ചെറിയൊരു ട്രെൻഡും ആവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അന്ന് ട്രേഡ് എടുക്കുന്നതിൽ തെറ്റില്ല. ഓക്കെ, ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും, ചിലപ്പോൾ ടാർഗറ്റ് ഹിറ്റ് ആവും. മിക്കവാറും നമ്മളിപ്പോൾ അനാലിസിസ് കറക്റ്റ് ആണെങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. അതേപോലെ നമ്മളിപ്പോൾ ഷാർപ്പായിട്ട് എടുക്കുകയാണെങ്കിൽ പ്രോഫിറ്റിൽ തന്നെ നമുക്ക് എക്സിറ്റ് ആവാൻ സാധിക്കും. ഓക്കെ, അപ്പം നോർമൽ CPR ആണെങ്കിൽ ട്രേഡ് എടുക്കാം, യാതൊരു കുഴപ്പമില്ല. ട്രെൻഡ് തരാം, തരാതിരിക്കാം, ചെറിയ ട്രെൻഡ് തരാം, തരാതിരിക്കാം. അതേപോലെ കൺസോൾട്ടേഷനിൽ പോകാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. എനിവേസ് നോർമൽ CPR, അതായത് ഇതേപോലെ നോർമൽ ആയിട്ടുള്ള ഒരു CPR, ഇത് തമ്മിലുള്ള അകൽച്ച മാന്യമായിട്ടുള്ള ഒരു അകൽച്ചയാണ്. കാര്യമായിട്ടുള്ള ഒരു അകൽച്ച ഇല്ലെങ്കിൽ
കുഴപ്പമില്ല, അന്നേ ദിവസം ട്രേഡ് എടുക്കുന്നതിൽ തെറ്റില്ല, നമുക്ക് ട്രേഡ് എടുക്കാം. അവിടെ നമ്മൾ ഒഴിവാക്കേണ്ടത് എന്താണ്? CPRന്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ട്രേഡ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. ക്ലിയർ ആയില്ലേ? ഏത് അസറ്റ് ആണെങ്കിലും, നമ്മൾ ഇൻഡെക്സ് ട്രേഡ് ചെയ്യുകയാണെങ്കിലും സ്റ്റോക്സ് ട്രേഡ് ചെയ്യുകയാണെങ്കിലും ഓക്കെ, CPRന്റെ ഉള്ളിലാണെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അപ്പൊ ഈ ഒരു CPR വെച്ചിട്ട് നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇത് തന്നെ ഇങ്ങനെ അടുത്തടുത്താണെങ്കിൽ ഇതിന് പറയുന്നതാണ് നാരോ CPR. ഇങ്ങനെ അടുത്തടുത്താവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിങ്ങനെ അതായത് 3 പിവറ്റും ഇങ്ങനെ ഒരുമിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഈ താഴത്തെയും പിവറ്റ് ഇവിടുന്ന് ഇങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ ഒറ്റ ലൈനായിട്ട് നമുക്ക് കാണുള്ളൂ. ഇങ്ങനെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിപ്പോ ചെറിയൊരു അകൽച്ചയോട് കൂടിയിട്ട്, ഇപ്പോ ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ ചെറിയൊരു അകൽച്ചയോട് കൂടിയിട്ട് ഇങ്ങനെ വന്നാലും ഇതിനെയും നാരോ CPR എന്നാ പറയാം. നാരോ CPR ആണെങ്കിൽ മാർക്കറ്റിൽ നല്ല ട്രെൻഡ് തരാനുള്ള ചാൻസ് ഉണ്ട്. അതിപ്പോ സിംഗിൾ ഡയറക്ഷൻ, അതായത് മുകളിലോട്ട് മാത്രം ഇല്ലെങ്കിൽ താഴോട്ട് മാത്രമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരാനും ചാൻസ് ഉണ്ട്. രണ്ട് സൈഡിലേക്കും അതെ ഇപ്പൊ സെയിം ദിവസം തന്നെ താഴോട്ടും വന്ന് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്, മുകളിലോട്ടും പോയി താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പൊ രണ്ട് സൈഡിലേക്ക് നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി തരും. നമ്മൾ ഷാർപ്പായിട്ട് ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് രണ്ട് ഡയറക്ഷനിലേക്കും ട്രേഡ് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നാരോ CPR വരുന്ന സമയത്ത് നമുക്ക് ട്രേഡ് കുറച്ചുകൂടി കൺഫേംഡ് ആയിട്ടുള്ള ട്രേഡ്സ് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ ലെവൽസ് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, കൺഫേം ആയിട്ട് നമുക്ക് എൻട്രി എടുക്കാം, മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ. എന്നിട്ട് അടുത്ത ലെവൽ വരെ ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാം. ഈ നാരോ CPRലും ഞാൻ മറ്റേ വൈഡ് CPRൽ പറഞ്ഞതുപോലെ തന്നെ ഈ നാരോ CPR വന്നിട്ടും ആ ഒരു ദിവസം കൺസോൾട്ടേഷനിൽ പോയി, ഇല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ട്രെൻഡ് തരാതെ ഇങ്ങനെ സൈഡ് വൈസ് ആയി ന്യൂട്രൽ മാർക്കറ്റിൽ പോയാൽ പിറ്റേ ദിവസവും നാരോ CPR വരാനും പിറ്റേ ദിവസവും ട്രെൻഡ് ആവാനുള്ള പ്രോബിലിറ്റി ഞാൻ ആ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് മീൻസ് വൈഡ് CPR വന്നിട്ട് ട്രെൻഡ് ആയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം 95% അത് കൺസോൾട്ടേഷൻ ആവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെ ട്രെൻഡി മാർക്കറ്റിനെ സൂചിപ്പിച്ചിട്ടും സൈഡ് വൈസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ട്രെൻഡ് ആവാനുള്ള പ്രോബിലിറ്റി 95% അത് ട്രെൻഡ് ആവും. പിറ്റേ ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടിപൊളിയായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നാരോ CPR. അപ്പൊ നമ്മൾക്ക് ഇത് എങ്ങനെ നമ്മൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും? അതായത് ഇപ്പോ ഒരു ദിവസം നമ്മള് ട്രേഡ് എടുക്കുമ്പോൾ CPR നാരോ ആണെങ്കിൽ നമ്മൾ നേരത്തെ ലെവൽസ് മാർക്ക് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലെവൽസ് മാർക്ക് ചെയ്യാൻ അറിയാത്തവർ, ഷാർപ്പായിട്ട് ലെവൽസ് മാർക്ക് ചെയ്യാൻ അറിയാത്തവർ സപ്പോർട്ടും റെസിസ്റ്റൻസിന്റെയും വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക. അതിനുശേഷം ബ്രേക്ക് ഔട്ട് എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കാണുക. ഈ ഒരു മെത്തേഡ്, ഈ ബ്രേക്ക് ഔട്ട് എടുക്കുന്നത് CPRും കൂടി ബേസ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ വിന്നിങ് പ്രോബിലിറ്റി ഹൈ ആയിരിക്കും. ഒരാൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ അത് ധാരാളമാണ്. ഇത് ഞാൻ അഷ്യൂർ ചെയ്യും. കാരണം ഇമോഷനും കൂടി അവിടെ റെഡി ആവണം, റിസ്ക് മാനേജ്മെന്റും. ഇത് രണ്ടും റെഡി ആയിട്ട് നമുക്കൊരു ഹൈ വിന്നിങ് പ്രോബിലിറ്റി ഉള്ള ഒരു സ്ട്രാറ്റജിയാണ് വേണ്ടതെങ്കിൽ ഈ സ്ട്രാറ്റജി നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നല്ല സൂപ്പർ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അതായത് വൈഡ് CPR വരികയാണെങ്കിൽ അന്നേ ദിവസം നമ്മൾ ട്രേഡ് എടുക്കില്ല. നാരോ CPR അല്ലെങ്കിൽ നോർമൽ CPR വരികയാണെങ്കിൽ നമ്മൾ ഈ ബ്രേക്ക് ഔട്ട് എടുക്കും. കാരണം ഒരു ലെവൽ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അന്നേ ദിവസം മാർക്കറ്റ് ട്രെൻഡ് ആണ്, ഇല്ലെങ്കിൽ ട്രെൻഡ് തരുന്നുള്ള ഒരു സൂചന ഓൾറെഡി CPR തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലെവൽ ടു അടുത്ത ലെവല് ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുള്ള എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഇത് നാരോ CPRന്റെ കാര്യം. ഇനി ഇത് തന്നെ ജസ്റ്റ് വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു പോവാം. വെർജിൻ CPR എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾക്ക് ഈ ഒരു CPR ടച്ച് ചെയ്യാതെ, CPR ഫോം ആവുമല്ലോ, എല്ലാ ദിവസവും CPR ഫോം ആവും. അപ്പോൾ CPR ഫോം ആയിട്ട് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് ഈ CPR ടച്ച് ചെയ്യാതെ തന്നെ ഇങ്ങനെ താഴോട്ട് വന്ന് മുകളിലോട്ടും താഴോട്ടൊക്കെ പോയി. പക്ഷെ ഈ CPRൽ ഒരു ക്യാൻഡിൽ പോലും ഈ CPRൽ ടച്ച് വന്നില്ലെങ്കിൽ ഈ വരും ദിവസങ്ങളിൽ ഈ ഒരു CPR വെർജിൻ CPR ആയിട്ട് അറിയപ്പെടും.
അത് അങ്ങനെയാണ് നമ്മൾ വിളിക്കുക. അതുപോലെ അറിയപ്പെടുന്നതല്ല, വെർജിൻ CPR ആയിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുക. അതായത് ഈ ഒരു 3 ലൈൻസിന് ഇതിനെ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും. അതായത് ഒരു ഹൊറിസോണ്ടൽ ലൈൻസ് വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ സോൺ ആക്കിയിട്ടോ നമ്മൾ ഇതിനെ മാർക്ക് ചെയ്തിട്ട് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് വിടും. ഇനി വരും ദിവസങ്ങളിൽ ഇതൊരു ലെവലായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക, എഴുതി വെക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇതിപ്പോ ലൈവ് മാർക്കറ്റിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതേ സെയിം മെത്തേഡിൽ CPR വെച്ച് പിവറ്റ്സ് അല്ല, നമ്മുടെ ലെവൽസ് മാർക്ക് ചെയ്ത് ബ്രേക്ക് ഔട്ട് എടുക്കുന്നത് ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ്. ഇഷ്ടംപോലെ ട്രേഡ്സ് കമ്മ്യൂണിറ്റിയിൽ എന്താണ് നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഒട്ടുമിക്കതും പ്രോഫിറ്റിലാണ് അവസാനിക്കുക. വിന്നിങ് പ്രോബിലിറ്റി വളരെ ഹൈ ആണ്. ഓക്കെ, ഞാൻ എൻ്റെ വ്യൂ ഷെയർ ചെയ്യുന്ന സമയത്ത് ഒട്ടുമിക്കതും പ്രോഫിറ്റിലാണ് അവസാനിക്കുക. നമുക്ക് വേണ്ടത് എന്താ, ഒരു ദിവസം ഒരു ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ സൂപ്പറാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഞാൻ CPR ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇന്നേ ദിവസം ഈ CPR, ഇത് CPR ആണ്, നോർമൽ ആയിട്ടുള്ള ഒരു CPR ആണ്, നാരോയും അല്ല നോർമലും അല്ലാത്തൊരു CPR ആണ്. അപ്പോൾ ഈ ഒരു CPR അന്നേ ദിവസം ടച്ച് ആയിട്ടില്ല, അതായത് ഇന്ന് ഈ CPR ടച്ച് ആയിട്ടില്ല. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഒരു സോൺ ആയിട്ട് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് വിടും. ഇങ്ങനെ ഒരു സോൺ ആക്കിയിട്ട് ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വിടും. നാളെ മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. ഇനി അപ്പൊ ഇത് നോർമലായിട്ട് വന്ന സ്ഥിതിക്ക് നമുക്ക് ഇന്നേ ദിവസം അത്യാവശ്യം കുഴപ്പമില്ലാത്ത മുകളിലോട്ടും അതുപോലെ തിരിച്ച് താഴോട്ടും ട്രേഡ്സ് വന്നിട്ടുണ്ട് അല്ലേ? മുകളിലോട്ടും താഴോട്ടും, മുകളിലോട്ട് ഒരു 10-20 പോയിന്റിന്റെ ഒരു മൂവ്മെന്റ് വന്നിട്ടുണ്ട്. മുകളിൽ നിന്ന് താഴോട്ട് ഒരു 10-15 പോയിന്റിന്റെ മൂവ്മെന്റ് താഴോട്ടും വന്നിട്ടുണ്ട്. വൈഡ് CPR വന്നപ്പോൾ മൂവ്മെന്റ് വന്നിട്ടുണ്ട്. പക്ഷെ CPRന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയിരിക്കും. ഇതിങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ആവും. അപ്പോൾ വൈഡ് CPR വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. നമ്മൾ ലെവൽസ് കൂടി മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം, ഈ ഒരു ദിവസം അവോയ്ഡ് ചെയ്യുക. ഇപ്പൊ ഇങ്ങനെ ഒരു ദിവസം അല്ലെങ്കിൽ ഇതുപോലെ, ഇതിപ്പോ വൈഡ് CPR ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പിന്നിലെ ലോജിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. വൈഡ് CPR വന്നിട്ടും അന്നേ ദിവസം നല്ലൊരു ട്രെൻഡ് തന്നു പിറ്റ്. അപ്പൊ ഞാന് CPRന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞപ്പോ എങ്ങനെയാ പറഞ്ഞേ, വൈഡ് CPR വന്നിട്ടും കൺസോൾട്ടേഷൻ മാർക്കറ്റ് നമ്മൾക്ക് ആ ഒരു സൂചന തന്നിട്ടും മാർക്കറ്റിൽ ട്രെൻഡ് വന്നാൽ പിറ്റേ ദിവസവും വൈഡ് CPR വരാനും നല്ലൊരു കൺസോൾട്ടേഷനിൽ പോകാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. അത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ശരിയല്ലേ? ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇതെല്ലാം നാരോ CPRകളാണ്. നാരോ CPR, ശരിയല്ലേ? ജസ്റ്റ് ഒരു ലൈൻ പോലെ കാണുന്നുള്ളൂ, ജസ്റ്റ് ഒറ്റ ലൈൻ പോലെ കാണുന്നുള്ളൂ. അപ്പോ ഇത് ഇവിടെ നാരോ CPR വന്നു, സിംഗിൾ ഡയറക്ഷൻ ട്രെൻഡ് ആണ്, ശരിയല്ലേ? സിംഗിൾ ഡയറക്ഷൻ ട്രെൻഡ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ലെവൽസ് മാർക്ക് ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് ട്രേഡ്സ് എടുക്കാൻ പറ്റും. ഇവിടെയാണെങ്കിലും നാരോ CPR ആണ്. മുകളിലോട്ടും ട്രെൻഡ് വന്നിട്ടുണ്ട്, താഴേക്കും ട്രെൻഡ് തന്നിട്ടുണ്ട്. മുകളിലോട്ട് ഏകദേശം ഒരു 84 to 81 എന്ന് പറയുമ്പോൾ 82. അപ്പോൾ ഇത്ര പോയിന്റ് പറയുമ്പോൾ ഏകദേശം ഒരു 25 to 30 പോയിന്റോളം മുകളിലോട്ടും തിരിച്ച് താഴോട്ട് 82 to ഒരു 20 പോയിന്റ് താഴോട്ടും 30 പോയിന്റ് മുകളിലോട്ടും ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ലെവൽസ് മാർക്ക് ചെയ്ത് നമുക്ക് എന്താ പറയാ, നല്ല സൂപ്പർ ആയിട്ടുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഇവിടെ നോർമലും അല്ല നാരോയും അല്ലാത്ത 2 CPRകളാണ്. ചെറിയ ട്രെൻഡ് വന്നിട്ട് ഒഴിവായി. ഈ ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ട്രെൻഡ് ഇല്ല. ഈ ഒരു ദിവസത്തിൽ പിന്നെയും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ട്രെൻഡ് ഉണ്ട്. നമുക്ക് ബ്രേക്ക് ഔട്ട്സ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ദിവസമായിരുന്നു, ശരിയല്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് ആക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു നോർമൽ CPR വന്നു, എന്നിട്ട് സൈഡ് വൈസ് ആയി പോവാണ് ചെയ്തത്. മീൻസ് ഒരു റേഞ്ചിന്റെ ഉള്ളിലായിരുന്നു ട്രേഡ് ചെയ്തത്. നമുക്ക് മുകളിലോട്ട് ഇപ്പൊ ഇതുപോലെ മുകളിലോട്ട് നല്ലൊരു ട്രെൻഡ്, താഴോട്ട് നല്ലൊരു ട്രെൻഡ്, ഇല്ലെങ്കിൽ ഇതുപോലെ താഴോട്ട് ഹെവി ആയിട്ടുള്ള ഒരു ട്രെൻഡ്, ഇങ്ങനെയൊന്നും അല്ല ഇവിടെ വന്നിട്ടുള്ളത്. നോർമൽ CPR ആണെങ്കിലും കൺസോൾട്ടേഷനിൽ പോകാനും അതുപോലെ
നല്ലൊരു ട്രെൻഡ് തരാനും ഇപ്പൊ ഈ ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ദിവസമാണ്. താഴോട്ടും മുകളിലോട്ടും ട്രെൻഡ് വന്നിട്ടുണ്ട്, ശരിയല്ലേ? ഇനി ഈ ഒരു ഡേ നോക്കിയേ, നല്ല വൈഡ് CPR ആണ്. ഒരു പോയിന്റ് എത്തിയപ്പോൾ അവിടെ നിന്ന് വൈകുന്നേരം വരെ അത് റേഞ്ച് ബൗണ്ട് ആയിട്ട് പോവാണ് ചെയ്തത്. ഇവിടെ ഇത് ഒരു നോർമലും അല്ല, എന്നാൽ ഒരു വൈഡ് CPRും അല്ല. ഇതുപോലെയാണോ? അല്ല. നോർമലും അല്ല, ഒരു വൈഡും അല്ലാത്തൊരു CPR. ഇതൊക്കെയാണ് നോർമൽ CPRകൾ. ഇതിന് നമുക്ക് ഒരു നാരോയും അല്ല നോർമലും അല്ലാത്തൊരു CPR. അപ്പൊ ഈ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നോർമല്, നാരോ ഇല്ലെങ്കിൽ വൈഡ് എന്ന് പറയാൻ പറ്റുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാട്, നമ്മൾ നോക്കുന്നത് എങ്ങനെയാണോ അത്. ഇപ്പൊ നമുക്ക് ഇത് നോക്കുമ്പോൾ ഒരുപാട് അകലം തോന്നിക്കഴിഞ്ഞാൽ അന്നേ ദിവസം ട്രേഡ് എടുക്കേണ്ട കാര്യമില്ല. തീരെ ഇതേപോലെ ലെവലാണെങ്കിൽ ഓക്കെ എടുത്താലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എടുക്കാം. ഇത്ര പോയിന്റ്സ് അകലത്തിൽ പോയാലേ അത് വൈഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു നിയമം ഇല്ല. നമ്മൾ നോക്കി കാണുന്നത് എങ്ങനെയോ അതുപോലെ കേട്ടോ. അപ്പൊ ഇവിടെ ഒരു നോർമലും അല്ല വൈഡും അല്ല. എന്റെ കാഴ്ചപ്പാടിൽ ഇതൊരു നോർമലും അല്ല വൈഡും അല്ലാത്തൊരു CPR ആണ്. അപ്പോൾ ആ ഒരു ദിവസം ഏകദേശം ഒരു 1:30 മണി വരെ കൺസോൾട്ടേഷനിൽ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തിട്ട് പിന്നീട് അവിടെ നല്ലൊരു ട്രെൻഡ് വന്നു. ഈ ട്രെൻഡ് വരുന്ന സമയത്തും നമുക്ക് ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. ഇവിടെ ഒരു നാരോയും അല്ല ഒരു നോർമലും അല്ലാത്തൊരു CPR, നമുക്ക് നല്ലൊരു സിംഗിൾ ഡയറക്ഷൻ ട്രെൻഡ് താഴോട്ട് വന്നു, ട്രേഡ് എടുക്കാൻ പറ്റും. ഇവിടെ ഒരു നോർമൽ CPR നല്ല ട്രെൻഡി ആയിട്ടുള്ള, അതായത് താഴോട്ടും മുകളിലോട്ടും നല്ല ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു നോർമൽ CPR കുഴപ്പമില്ലാത്ത നല്ലൊരു ട്രെൻഡ് തന്നെ തന്നിട്ടുണ്ട്, സിംഗിൾ ഡയറക്ഷൻ. ഇവിടെ ഒരു നോർമൽ CPR സിംഗിൾ ഡയറക്ഷനിൽ നല്ലൊരു ട്രെൻഡ് വന്നിട്ടുണ്ട്. ഇവിടെ നാരോ CPR ആയിട്ടുള്ള രാവിലെ ചെറിയൊരു കൺസോൾട്ടേഷനിൽ പോയി പിന്നെ ഒരു താഴോട്ടൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ട് പിന്നെ അതങ്ങനെ സൈഡ് വൈസ് ആയി പോവാണ് ചെയ്തത്. അപ്പൊ ഇത് നാരോ CPR ആയിട്ടും അന്നേ ദിവസം കാര്യമായിട്ടുള്ള ട്രെൻഡ് തന്നില്ലെങ്കിൽ പിറ്റേ ദിവസം ഒരു ഇതിപ്പോ നാരോയോ അല്ല നോർമലോ അല്ലാത്തൊരു CPR, ഇങ്ങനെ ഒരു CPR വന്നു, സിംഗിൾ ഡയറക്ഷനിലേക്ക് കുഴപ്പമില്ലാത്ത നല്ലൊരു ട്രെൻഡ് വന്നു. ഇവിടെയും നോർമൽ CPR അല്ലെങ്കിൽ നോർമലും അല്ല നാരോയോ അല്ലാത്തൊരു CPR, നമുക്ക് അടിപൊളി ട്രെൻഡാണ് വന്നിട്ടുള്ളത്. നമുക്ക് ലെവൽസ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇത് കാണുന്ന സമയത്ത് ഇത് എന്ത് ട്രെൻഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് പ്രൈസ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഈ ഒരു ഡൗൺ ട്രെൻഡ് എന്ന് പറയുമ്പോൾ 48 to 35 എന്ന് പറയുമ്പോൾ 13 പോയിന്റ്സ് ആണ്. മീൻസ് ലിവറേജ് കൂടിയിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ 5% അടുത്ത് പ്രോഫിറ്റ് വരും. ഓക്കെ, അത് ചെറിയ പ്രോഫിറ്റ് അല്ല. ഓക്കെ, ഇനി ഇതിൽ വെർജിൻ CPRന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണെങ്കിൽ, വെർജിൻ CPRനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു തരാനാണെങ്കിൽ, ഇപ്പൊ ഈ ഒരു ദിവസം മാർക്കറ്റിൽ ഈ ഒരു CPR ടച്ച് ചെയ്തിട്ടില്ല, ശരിയല്ലേ? ഇതിനെ ഒരു സോൺ ആക്കിയിട്ട് ഇങ്ങോട്ട് എടുക്കും. ഇതിനെ ഒരു സോൺ ആക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു ലെവലായിട്ട് ആക്ട് ചെയ്യും. നമുക്ക് ഇവിടെ എല്ലാം നല്ല ലെവലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. താഴോട്ട് ബ്രേക്ക് ഔട്ട് വരുന്നില്ല, മുകളിലോട്ട് കയറി പോകുന്നുണ്ട്, ശരിയല്ലേ? ഇനി നമ്മൾ ഒരു 1-2 എക്സാമ്പിൾസ് കൂടി എടുക്കുകയാണെങ്കിൽ, ഈ ഒരു പോയിന്റിൽ ഈ ഒരു CPR വെർജിൻ ആണ്, ശരിയല്ലേ? അപ്പൊ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ, ലെഫ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി. ജസ്റ്റ് ഇതൊന്ന് ലെഫ്റ്റിക്ക് എടുക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് കണ്ടോ, ഇവിടെ നിന്ന് ഷാർപ്പായിട്ട് റിവേഴ്സ് ആയി പോയിരിക്കുന്നത് കണ്ടോ. ഈ ഒരു പോയിന്റിൽ ഇവിടുന്ന് അത് ഷാർപ്പായിട്ട് റിവേഴ്സലായി പോയിട്ടുണ്ട്, ശരിയല്ലേ? ഇങ്ങനെയാണ് വെർജിൻ CPRs. ഞാൻ കൂടുതൽ എക്സാമ്പിൾസ് എടുത്ത് കാണിക്കാൻ നിൽക്കുന്നില്ല, നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് വരും. സോ അത് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. ഇങ്ങനെയാണ് വെർജിൻ CPR ആക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് പഴയ ടച്ച് ചെയ്യാത്ത CPRs ഉണ്ടല്ലോ, അതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാൽ മതി. ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ലെവലായിട്ട് ആക്ട് ചെയ്യും വെർജിൻ CPRs. ഓക്കെ, ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത് CPR ബേസ് ചെയ്തിട്ട്, CPRനെ മാത്രം ബേസ് ചെയ്ത് എൻട്രി എടുക്കുന്നതല്ല. ലെവൽസ്, സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ടുള്ള ലെവൽസ് ഷാർപ്പായിട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് CPR വെച്ചിട്ട് ആ ഒരു ദിവസം ട്രെൻഡ് ആണോ അതോ കൺസോൾട്ടേഷനിൽ പോവോ
എന്നുള്ളൊരു കാര്യം തീരുമാനിക്കുക. ട്രെൻഡ് ആണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, CPR ബേസ് ചെയ്തിട്ട് ട്രെൻഡ് ആണ് തോന്നുകയാണെങ്കിൽ, അപ്പോൾ ആ ഒരു ദിവസം ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ കൺഫേം ആയിട്ട് രണ്ടാമതൊന്നും ചിന്തിക്കാതെ നമുക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കുന്നതാണ്. ലെവൽസ് മാർക്ക് ചെയ്യുമ്പോൾ ഷാർപ്പായിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. അത് ഓപ്ഷൻസ് ആണെങ്കിലും, ഓപ്ഷൻസ് ചെയ്യുന്നവരാണെങ്കിലും, ഇക്വിറ്റി ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് ഈ ഒരു രീതി എല്ലാത്തിലും ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു രീതി മാത്രം വെച്ചിട്ട് ഞാൻ ഓപ്ഷൻസിൽ ഇപ്പോൾ കറൻ്റ്ലി ഫസ്റ്റ് ബാച്ച് റണ്ണിങ് ആണ്. ഓപ്ഷൻസിൽ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ജസ്റ്റ് ലെവൽസ് മാർക്ക് ചെയ്യാൻ നല്ല രീതിക്കൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓപ്ഷൻസ് ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ബാച്ചിന് നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് എടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി ഇക്വിറ്റി ആണെങ്കിൽ ഇക്വിറ്റിയിലും ഇതേ സെയിം മെത്തേഡ് വെച്ചിട്ട്, ഇക്വിറ്റിയിൽ കുറച്ച് മറ്റു കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലോങ് ടേം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഷോർട്ട് ടേം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പിന്നെ ഇൻട്രാഡേയിൽ നമ്മൾ ഈ പറയുന്നത് എന്താണ്, ബ്രേക്ക് ഔട്ട് തന്നെയാണ്. പിന്നെ ബ്രേക്ക് ഔട്ട് എടുത്താൽ ട്രാപ്പ് കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെ ചിലർക്ക് തോന്നലുണ്ടാവാം. പക്ഷെ ആ ഒരു ചിന്താഗതി വേണ്ട. നമുക്ക് ട്രാപ്പ് കിട്ടാതെ തന്നെ ട്രേഡ്സ് കൺഫേം ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം, റിപ്ലൈ തരാം. അതുപോലെ തന്നെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവുകയാണെങ്കിൽ നേരിട്ട് എനിക്ക് തന്നെ മെസ്സേജ് അയക്കാൻ പറ്റും. ഞാൻ ലൈവ് മാർക്കറ്റിൽ അവിടെ ഉണ്ടാവും. നിങ്ങളവിടെ കമ്മ്യൂണിറ്റിയിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന, ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിനി നെക്സ്റ്റ് കണ്ടന്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടേം ആയിരിക്കും. ഷോർട്ട് ടേമിൽ ട്രേഡ് ചെയ്യുന്ന ഇൻട്രാഡേ നമ്മൾ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇത്രയും മതി. ആക്ച്വലി ഒരു ട്രേഡർക്ക് പ്രോഫിറ്റബിൾ ആവാൻ ഇത്രയും മതി. അപ്പോൾ ഇൻട്രാഡേ നമ്മൾ ഇതോടുകൂടിയല്ല, ചിലപ്പോൾ ഒരു മേ ബി ഒരു 1 to 2 വീഡിയോസ് കൂടി വരും. അപ്പോൾ ആ ഒരു വീഡിയോസ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഷോർട്ട് ടേമിൻ്റെ കാര്യങ്ങൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന വീഡിയോസിലെല്ലാം നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.